നല്ല രസമാണത്. അപ്പോൾ ദേവി മതം കൊണ്ട് നൃത്തം തുടങ്ങി. മതം എന്ന് പറഞ്ഞാൽ എന്താണ്? താങ്ങാൻ പറ്റാത്ത സന്തോഷം അങ്ങോട്ട് തലയ്ക്ക് സന്തോഷം കൂടിക്കഴിഞ്ഞാൽ മനുഷ്യർ നൃത്തം ചെയ്യും, പാട്ട് പാടും, കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും. എന്തൊക്കെയാണ് ചെയ്യാത്തത്? ചില ആളുകളുടെ ആഹ്ലാദ പ്രകടനം കാണണം. ക്രിക്കറ്റ് കളിയിൽ 50 അടിച്ചു കഴിഞ്ഞാൽ ബാറ്റ് ഇങ്ങനെ ഉയർത്തി കാണിക്കും. ഒരു ടീം ജയിച്ചു കഴിഞ്ഞാൽ ടീമിലുള്ള അംഗങ്ങൾ ഏ എന്ന് പറഞ്ഞിട്ട് 2 കൈയും കൂടെ പൊക്കി. എന്തൊരു ആഹ്ലാദ തിമിർപ്പാണ്! മനുഷ്യന് സന്തോഷം. ചാടി ഒരാൾ മറ്റേ ആളുടെ മുതുകത്ത് കയറും, പുറത്ത് കയറും. എല്ലാം കൂടെ ഈ ഫുട്ബോളിലാണ് അത് ഏറ്റവും കൂടുതൽ. എല്ലാം കൂടെ ഒരുത്തൻ്റെ പുറത്ത് ഒരു 10-11 പേര് തമ്മിൽ കൂടി. എന്തൊക്കെ ഇവർ കാണിക്കുന്നതിന് ഒരു കയ്യും കണക്കുമില്ല. ജനങ്ങളുടെ സന്തോഷത്തിനാണെങ്കിൽ അതിനേക്കാളും എല്ലാം കൂടെ ചാടി എണീറ്റ് ഓ എന്ന് പറഞ്ഞ്. ഒന്നും വേണ്ട, ഒരു ടൂറിസ്റ്റ് ബസ്സിൽ പോകുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? ചുമ്മാ കൂവിക്കൊണ്ട് പോവുകയാണ് ഓ എന്ന് പറഞ്ഞിട്ട്. ഇവന് എന്തിൻ്റെ അസുഖമുണ്ട? നീ സ്ഥലങ്ങൾ ചുറ്റിക്കാണാൻ വന്നാണെങ്കിൽ വണ്ടിയിൽ പോകണം, മിണ്ടാതെ പൊയ്ക്കൂടെ? അല്ലെങ്കിൽ വണ്ടിയിൽ ഏതെങ്കിലും പാട്ടോ എന്തെങ്കിലും ഇട്ട് കേട്ടോണ്ട് പൊയ്ക്കൂടെ? ഒരു ടൂറിസ്റ്റ് ബസ് വരുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. അതിനകത്തിരിക്കുന്നവരെല്ലാം ഓ എന്ന് പറഞ്ഞ് പിശാചുകളെ പോലെ കിടന്ന് അലറുകയാണ്. എന്താണ്? സന്തോഷം. എങ്ങനെ പ്രകടിപ്പിക്കണമെന്നറിയില്ല. അപ്പോൾ ദേവി വ്യോംനി നർത്തനമാരേഭേ, ആകാശത്തിൽ നൃത്തം ആരംഭിച്ചു. സ്വശരീരാർദ്ധപൂരിതേ, ആകാശത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അനന്തമായ ആകാശത്തിൻ്റെ പകുതി ഭാഗത്ത് ദേവി വ്യാപിച്ചു നിന്നു. അത്രയും വലിയ ഒരു ശരീരത്തോട് കൂടിയവളായിരുന്നു ദേവി. ആ ദേവി നൃത്തം ചെയ്യാൻ തുടങ്ങി. പര്യന്ത ഗിരിമാലാഗ്രസ്ഥിതാമര നിരീക്ഷിത, പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ദേവന്മാർ ദേവിയുടെ ഈ നൃത്തം കണ്ടു. ആ പർവ്വതം ഭൂമിയിലുള്ള പർവ്വതമല്ല, ഭൂമി മുഴുവൻ ഈ ശരീരം വ്യാപിച്ചു കഴിഞ്ഞു. ഭൂമിയെ കാണാനില്ല. ഈ ശരീരം 7 ഭൂഖണ്ഡങ്ങളിലും വ്യാപിച്ചു നിൽക്കുകയാണ്. ഭൂമിയെ മുഴുവൻ മറച്ചിരിക്കുകയാണ്. ഈ ദേവന്മാർ ഏത് മലയുടെ മുകളിൽ നിന്നാണ് ഈ നൃത്തം കണ്ടതെന്ന് ചോദിച്ചാൽ, ലോകാലോക പർവ്വതം എന്നൊരു പർവ്വതത്തെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ ലോകാലോക പർവ്വതത്തിൻ്റെ കൊടുമുടിയിൽ കയറി നിന്നുകൊണ്ട് ദേവന്മാർ ദേവിയുടെ നൃത്തം ആസ്വദിച്ചു. നമ്മൾ ഗാലറിയിലിരുന്ന് കളി കാണുന്നത് പോലെ, അല്ലെങ്കിൽ ബാൽക്കണിയിലിരുന്ന് സിനിമ കാണുന്നത് പോലെ. മുകളിൽ നിന്ന് കാണുമ്പോൾ നല്ല വ്യൂ ആണ്, താഴെ നിന്ന് നോക്കുന്നതിനേക്കാൾ. അതിനാൽ ബാൽക്കണിക്ക് ടിക്കറ്റ് ചാർജ് കൂടുതലല്ലേ? ഇപ്പോഴുണ്ടോ ആ സംഭവം? ബാൽക്കണി എന്ന് പറഞ്ഞ് ഇപ്പോഴും ഉണ്ട്. ഡ്രോൺ ക്യാമറ. ഓ, അപ്പോൾ ഓരോ ആംഗിളിൽ നിന്ന് ഓരോരുത്തർക്ക് കാണണം. അതാണ്. സ്വശരീരേണ അർദ്ധപൂരിതേ വ്യോമിനി നർത്തനമാരേഭേ ഉപചക്രമേ, തൻ്റെ ശരീരം കൊണ്ട് ആകാശത്തിൻ്റെ നേർപകുതിയെ മറച്ചിട്ട് ദേവി നൃത്തം തുടങ്ങി. പര്യന്തഗിരിഹി ലോകാലോക പർവ്വത തദീയ ശിഖരമാലാഗ്രേഷു, ലോകാലോക പർവ്വതത്തിൻ്റെ പല കൊടുമുടികളിലും ദേവന്മാർ നിലയുറപ്പിച്ചു. സ്ഥിതൈരമരൈഹി നിരീക്ഷിത, അങ്ങനെയുള്ള ദേവന്മാർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദേവി നൃത്തം തുടങ്ങി. തതഃ പിശാച കൂഷ്മാണ്ഡരൂപികാദിമഹാഗണാഃ ശവമാവാരയാം ചക്രുർമഹാചലമിവാംബുദാഃ. ദേവി രക്തം മുഴുവൻ പാനം ചെയ്തു. മാംസമൊന്നും ദേവി കഴിച്ചില്ല. ദേവിക്ക് ജ്യൂസ് മാത്രം കുടിച്ചാൽ മതി. ദേവി രക്തം ഊറ്റിയിട്ട് ആ മഹാശവത്തെ ബാക്കി വെച്ചു. ആ ശവം തിന്നു തീർക്കാനായി ദേവിയുടെ ഭൂതഗണങ്ങൾ ഇപ്പോൾ തയ്യാറാവുകയാണ്. ശവത്തെ, മാംസമൊക്കെ ഉണ്ടല്ലോ അതിൽ, മാംസവും എല്ലും പല്ലും ഒക്കെ ഒന്നും ബാക്കി വെച്ചേക്കത്തില്ല, കംപ്ലീറ്റ് അടിച്ചു കയറ്റി കളയും. അതിനു വേണ്ടി ആരൊക്കെയാണ് വന്നത്? പിശാചുക്കൾ. കൂഷ്മാണ്ഡൻ എന്നുള്ളതിന് കുമ്പളങ്ങ എന്നൊരർത്ഥമുണ്ട്. കൂഷ്മാണ്ഡ രസായനം. കുമ്പളങ്ങ എന്ന് നമ്മൾ പറഞ്ഞത് നെയ്ക്കുമ്പളങ്ങ എന്ന് പറഞ്ഞാൽ പുറത്ത് ഈ ചാമ്പലിൻ്റെ നിറമുള്ള ചെറിയൊരു പൊടി പോലെ, തൊട്ട് കഴിഞ്ഞാൽ കയ്യിലൊരു ചാര നിറത്തിലുള്ള ഒരു പൊടിയും ആവും. അതാണ് ശരിക്കും കുമ്പളങ്ങ എന്ന് പറയുന്നത്. ചെറുതാണത്, അതിന് ഒരുപാട് സൈസ് വലുതില്ല അത്. ഇവിടെ കൂഷ്മാണ്ഡം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള പ്രേതമോ ഭൂതമോ ആണ്. അതിൻ്റെ പേരും കൂഷ്മാണ്ഡം എന്നാണ്. അതുകൊണ്ട് നമ്മൾ മന്ത്രങ്ങളൊക്കെ പറയുമ്പോൾ
കൂഷ്മാണ്ഡ ഭൂത വേതാള മാരീച ബ്രഹ്മരാക്ഷസഗണാൻ സന്ത്രാസയ. ശിവകവചത്തിലൊക്കെ നമ്മളെ ആക്രമിക്കാൻ ഒരുപാട് ദുഷ്ടശക്തികളുണ്ട്. ഈ ശക്തികളൊക്കെ പേടിപ്പിച്ച് ഓടിക്കണം. അതിനു വേണ്ടി നമ്മൾ ശിവനോട് അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഏതൊക്കെ ഭൂതങ്ങളെ ഓടിക്കണം എന്ന് പറഞ്ഞാൽ കൂഷ്മാണ്ഡം, ഭൂതം, വേതാളം, മാരീചൻ രാമായണത്തിൽ വരുന്ന മാരീചനല്ല. ഇതൊക്കെ ഓരോ തരത്തിലുള്ള പ്രേതങ്ങളും ഭൂതങ്ങളുമാണ്. അപ്പോൾ ഇവയൊക്കെ ഓടിച്ച് അവയിൽ നിന്നൊക്കെ എന്നെ രക്ഷിക്കണമേ. ഒരു കവചം പോലെ ഭഗവാൻ എന്നെ രക്ഷിക്കട്ടെ. അതാണ് ശിവകവചം. സ്കന്ദഷഷ്ടി കവചം. കവചം എന്ന് പറഞ്ഞാൽ പടച്ചട്ട എന്നാണ്. യുദ്ധത്തിന് പോകുന്ന ഒരാൾ എങ്ങനെയാണോ പടച്ചട്ട ധരിക്കുന്നത്, അമ്പുകളും കുന്തം, ഈട്ടി ഇങ്ങനെയുള്ള ഇതിൽ നിന്നൊക്കെ ശരീരം മുറിവേൽക്കാതിരിക്കാൻ വേണ്ടി പടച്ചട്ട ധരിക്കുന്നത് പോലെയാണ് ഈ മന്ത്രങ്ങൾ കൊണ്ടുള്ള കവചം തീർക്കുകയാണ്. മന്ത്രകവചം. മന്ത്രം. ഇപ്പോൾ മന്ത്രത്തിന് ശക്തി ഉണ്ടാണ്. ദിഗ്ബന്ധനം. പൂജയൊക്കെ ചെയ്യുമ്പോഴിങ്ങനെ ഈ തന്ത്രിമാരൊക്കെ ഇങ്ങനെ നാല് ഭാഗത്ത് ഇങ്ങനെ ദിഗ്ബന്ധനം ചെയ്യുകയാണ്. കാരണം ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ദുഷ്ടശക്തികൾ അതിന് തടസ്സം ഉണ്ടാക്കാൻ വരും. അപ്പോൾ അങ്ങനെയുള്ള ദുഷ്ടശക്തികൾ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് ആ ഒരു പരിധിക്കകത്ത് ഈ ദുഷ്ടശക്തികൾക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദിഗ്ബന്ധനമൊക്കെ ചെയ്തിട്ട് പിന്നെ ഈ സ്വയം ഒരു കവചമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ സത്കർമ്മങ്ങൾ ചെയ്യുന്നത്. കാരണം നല്ലതിനെ നശിപ്പിക്കാൻ മനുഷ്യർ മാത്രമല്ല ഭൂതപ്രേതങ്ങളും. കാരണം ഈ മനുഷ്യരാണല്ലോ മരിച്ചുപോയി ഭൂതവും പ്രേതവും ഒക്കെ ആവുന്നത്. അപ്പോൾ ഇവൻ്റെ തനി ഗുണം ഇവൻ കാണിക്കും. അവൻ ചത്താലും ബാക്കിയുള്ളവർക്ക് സ്വൈര്യം തരില്ല എന്നർത്ഥം. അങ്ങനെയാണ് ഈ നല്ല ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അവർ നല്ല പ്രേതങ്ങളായി മാറും. അവർ മറ്റുള്ളവരെ മരിച്ചതിന് ശേഷവും സഹായിക്കും. നല്ലവൻ്റെ ആ നന്മ മരണത്തിലൂടെ നഷ്ടമാവില്ല. അതുപോലെ ദുഷ്ടൻ്റെ ദുഷ്ടതരവും നഷ്ടമാവത്തില്ല. ഇതൊക്കെ തുടർന്ന് നിൽക്കും. സ്ഥൂല ശരീരം പോയാൽ സൂക്ഷ്മ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് അവൻ മറ്റുള്ളവരെ എങ്ങനെ ദ്രോഹിക്കാമെന്ന് നോക്കും. അങ്ങനെയാണ് ഈ ഭൂതങ്ങളും ബാധകളും ഒക്കെ ഈ ലോകത്ത് കറങ്ങി നടക്കുന്നത്. അപ്പോൾ പിശാച കുംഭാണ്ഡന്മാർ എന്ന് പറഞ്ഞാൽ അത് വേറൊരു തരം ഭൂതങ്ങളാണ്. പിശാചുക്കൾ, കുംഭാണ്ഡന്മാർ, രൂപികകൾ, അതൊക്കെ യക്ഷിണി എന്നൊക്കെ പറയുന്ന പോലെ പെൺപ്രേതങ്ങളാണ്. രൂപിക തമിഴിൽ ഭയങ്കര പേരാണ്. രക്തക്കാട്ടേരി, കൊള്ളിവായ് പിശാച്. കൊള്ളിവായ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ പിശാച് അതിൻ്റെ വായ തുറന്നു കഴിഞ്ഞാൽ അകത്തിങ്ങനെ തീക്കൊള്ളി പോലെ തീ കത്തും. ഇത് കാണിച്ച ആളുകളെ ഭയപ്പെടുത്തും. കൊള്ളിവായ് പിശാച് എന്നൊക്കെ പറയും. കേട്ട് ഭയപ്പെടേണ്ട കേട്ടോ. എന്തായാലും ഇവരാരും മനുഷ്യർ നമ്മെ ദ്രോഹിക്കുന്നത് പോലെ ദ്രോഹിക്കാറില്ല. ഒന്നുമില്ലെങ്കിലും മന്ത്രത്തിലൂടെയൊക്കെ നമുക്ക് ഇവരിൽ നിന്ന് രക്ഷ നേടാം. ഈ മനുഷ്യരൂപത്തിലുള്ള പിശാചുക്കളിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് രക്ഷപ്പെടുക? ഇവനെ മന്ത്രം കൊണ്ട് തടുത്ത് നിർത്താൻ പറ്റില്ല. ദുഷ്ടശക്തികളെ മാത്രമേ നമുക്ക് മന്ത്രതന്ത്രങ്ങളിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ ഉപദ്രവം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ദേവിയുടെ ഭൂതഗണങ്ങളിലുള്ള പല ഇനങ്ങളും ആ മഹാശവം ഭക്ഷിച്ചു തീർക്കാൻ തയ്യാറായി. ശവമാവാരയാൻ ചക്രു, ശവത്തിന് ചുറ്റും വന്ന് നിലയുറപ്പിച്ചു. ശവം ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. ദേവിയുടെ ഭൂതഗണങ്ങൾ അതുപോലെ ധാരാളമുണ്ട്. ചുറ്റും വന്നിങ്ങനെ കൂടിയിട്ട് ഈ 5-6 സിംഹങ്ങൾ കൂടി ഒരു കാട്ടുപോത്തിനെയോ കാട്ടെരുമയെയോ ഒക്കെ ചുറ്റി നിന്ന് അതിനെ 4 ഭാഗങ്ങളിൽ നിന്നും കടിച്ച് കീറുന്നത് പോലെ ഈ മഹാശവത്തെ ഭക്ഷിക്കാൻ ദേവിയുടെ ഭൂതഗണങ്ങൾ തയ്യാറായി. ശവശൈലോ ഗൃഹീതോസൗ കൂഷ്മാണ്ഡൈ കടിഭാഗതഃ ഉദരാരൂപികാവൃന്ദൈർയക്ഷൈ കുഞ്ചരവിക്ഷതൈ. ശവശൈലം എന്നാണ് പറയുന്നത്. ശൈലം പർവ്വതം, ശവം അറിയാം, ശവം തന്നെ, മൃതശരീരം. പർവ്വതം പോലെ വലുതായ ഈ മൃതശരീരത്തെ ഈ ദേവിയുടെ ഭൂതഗണങ്ങൾ, അതിൽ ഈ കൂഷ്മാണ്ഡങ്ങൾ എന്ന് പറയുന്ന ഭൂതഗണങ്ങൾ ആ ശവത്തിൻ്റെ അരഭാഗത്ത് നിലയുറപ്പിച്ചു.
ആ ഭാഗത്തുള്ള മാംസം കഴിക്കാനാണ് അവർ തയ്യാറായത്. ഉദരാദ്രൂപികാവൃന്ദൈഹി യക്ഷൈഹി കുഞ്ചരവിക്ഷതൈഹി, ആ ശവത്തിൻ്റെ വയറിലുള്ള മാംസം ഭക്ഷിക്കാനായി രൂപിക എന്ന് പറയുന്ന ഭൂതഗണങ്ങൾ, ആ ഭൂതഗണങ്ങളുടെ കൂട്ടം, അതുപോലെ യക്ഷന്മാർ, ഇവരുടെയൊക്കെ വാഹനം, ചിലർക്ക് ആനയാണ് വാഹനങ്ങൾ. ആ ആന ഈ ശവത്തെ കൊമ്പുകൾ കൊണ്ട് കുത്തി കീറി ഇതിലെ കഷണം കഷണമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം കൂടെ ഈ ഭൂതഗണങ്ങൾ വലിച്ചു പറിച്ച് തിന്നാൻ തുടങ്ങി. ഭുജോരുകന്ധരാദ്യാസ്തേ തസ്യാന്യേവയവായതഃ ബ്രഹ്മാണ്ഡസ്യ പരമ്പാരം പ്രാപ്താഃ പരമവിസ്തൃതാഃ. ഭുജം, ഈ ശവത്തിൻ്റെ കയ്യ്, സ്കന്ധം, തോള്, ഇതൊക്കെ ഭൂമിയെയും കടന്ന, ഭൂമിക്ക് പുറത്താണ് കിടക്കുന്നത്. ആ ശരീരത്തിൻ്റെ മധ്യഭാഗം മാത്രമാണ് ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്നത്, ബാക്കിയൊക്കെ പുറത്താണ്. കാലും തലയും തോളും കൈകളുമൊക്കെ ഭൂമണ്ഡലത്തിന് അപ്പുറത്താണ്. അത്രയ്ക്കും വലിയ ഒരു ശവമാണ്. അപ്പോൾ അതിൻ്റെ മറ്റവയവങ്ങൾ ശൂന്യാകാശത്തിൽ വ്യാപിച്ചു കിടന്നിരുന്നു. ബ്രഹ്മാണ്ഡസ്യ പരമ്പാരം പ്രാപ്താഹ പരമവിസ്തൃതാഹ, അങ്ങേയറ്റം വിസ്തൃതങ്ങളായ മറ്റ് ശരീരാവയവങ്ങൾ ബ്രഹ്മാണ്ഡത്തിൻ്റെ അതിരുകളെയും കടന്ന് സ്ഥിതി ചെയ്തു. അപ്പോൾ എത്ര വലിയ ഒരു മൃതശരീരമായിരിക്കണം അത്. ഇത് എവിടെ നിന്നാണ് വീണത്, ഇത് ആരുടെ മൃതശരീരമൊന്നും ചോദിക്കരുത്. അത് കഥയിൽ പറയുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ അല്പാൽപമായിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് വായിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ എനിക്കും ശരിക്കും ഇതെന്താണ്, ഇത് എവിടെ നിന്നാണ് വീണത്, ഇതെങ്ങനെ വന്നു എന്നുള്ളത് അറിയാൻ നമുക്ക് ആകാംക്ഷ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് പറയുന്നുണ്ടോ എന്നുള്ളത് അറിയത്തില്ല, നോക്കാം. ഇപ്പോൾ ബ്രഹ്മാണ്ഡത്തിൻ്റെ അതിർവരമ്പുകളെയും ലംഘിച്ച് ഈ ശവത്തിൻ്റെ കയ്യ്, കാല്, ശിരസ് തുടങ്ങിയ അവയവങ്ങൾ സ്ഥിതി ചെയ്തിരുന്നു. ഉദരമാരംഭ്യ യക്ഷൈസ്തു സ്വീയ കുഞ്ചര ദന്തവിക്ഷതൈഹി പരിശിഷ്ടൈഹി പാർശ്വപൃഷ്ഠഭാഗൈർ ഗൃഹീത. അതൊക്കെ അതിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ പറഞ്ഞതാണ്, അതിൽ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല. തതസ്തൈർഭൂതസംഘാതൈ സ്ഥിതാ ദൂരേ ദിഗന്ധരേ ന പ്രാപ്താ വൈഹി തത്രൈവ കാലേന കലിതാ സ്വയം. ഈ ഭൂതഗണങ്ങൾ ധാരാളമുണ്ട്, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിനുണ്ട്. പക്ഷേ അവർ ഈ ശവത്തിൻ്റെ ചുറ്റും ഇങ്ങനെ നിലകൊണ്ടിട്ടും പിന്നെയും കിടക്കുന്നു ശവത്തിൻ്റെ ഭാഗം. അത്ര കണ്ട് വലുതാണ്. ഇവരൊക്കെ ചുറ്റി നിന്നിട്ടും ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് വലയം ചെയ്യാൻ ആ ഭൂതഗണങ്ങൾക്ക് കഴിഞ്ഞില്ല. അത്ര വലുതായിരുന്നു. ദിഗന്ധങ്ങളിൽ വ്യാപിച്ചിരുന്നു ഈ മഹാശവം. നൃത്യന്ത്യാം ചണ്ഡികായാം ഖേ ഭൂതവൃന്ദേ ശവാകുലേ ദേവേഷ്വദ്രിഷു തിഷ്ടത്സു ബഭൂവ ഭുവനം തദാ. ചണ്ഡിക നൃത്തം തുടങ്ങി. ആകാശത്തിൽ ദേവിയുടെ ഭൂതഗണങ്ങൾ ശവം തിന്നു തീർക്കുന്നതിൽ തത്പരരായിരുന്നു. ഭീകരമായ രംഗമാണ്, മനസ്സിൽ ഭാവന ചെയ്ത് നോക്കൂ. ദേവേഷ്വദ്രിഷു തിഷ്ടത്സു, ദേവന്മാരാണെങ്കിൽ ലോകാലോക പർവ്വതത്തിൻ്റെ കൊടുമുടികളിൽ നിലയുറപ്പിച്ചു. ബഭൂവ ഭുവനം തഥാ, ഇങ്ങനെ ഉള്ള ഒരു പരിതസ്ഥിതിയിലാണ് ഇനി എന്ത് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത്. പിണ്ഡാഹാര്യമദുർഗന്ധി ഗുണ്ഠീകൃത കകുബ്ഗണം രക്തഗർഭാഭ്ര നിർവ്യൂഹൈ ഖാതിരജ്വലനോജ്വലം. പിണ്ഡാഹാര്യാമദുർഗന്ധി ഗുണ്ഠീകൃത കകുബ്ഗണം. വ്യാഖ്യാനം തന്നെ വായിക്കാൻ തന്നെ വലിയ പ്രയാസമാണ്. നനു ഭുജോരുകന്ധരാദിഭാഗേ കുതോന ഗൃഹീതഃ തത്രാഹ. ഈ ശവത്തിൻ്റെ കൈകളും തോളുകളും ആ ഭാഗങ്ങളെ ഒന്നും എന്തുകൊണ്ട് ഈ ഭൂതഗണങ്ങൾ ഭക്ഷിച്ചില്ല എന്നാണെങ്കിൽ അതൊക്കെ ബ്രഹ്മാണ്ഡത്തിന് പുറത്ത് കിടക്കുകയായിരുന്നു. അപ്പോൾ ഇത് ഒരു ചെറിയ ഭാഗത്ത് മാത്രമേ, അവിടെയുള്ള മാംസത്തെ മാത്രമേ ഈ ഭൂതഗണങ്ങൾക്ക് ചുറ്റി നിൽക്കാനും ഭക്ഷിക്കാനും കഴിഞ്ഞുള്ളൂ. യതസ്തേ ബ്രഹ്മാണ്ഡഗർഭരസ്യ പരമ്പാരം ജലാദ്യാവരണദേശം പ്രാപ്താഹ.
ബ്രഹ്മാണ്ടത്തെ ആവരണം ചെയ്ത് ജലമയമായ ഒരു ആവരണം ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു. ആ ജലമയമായ ആവരണം വരെ വ്യാപിച്ചിരിക്കുകയാണ് ഈ ശവത്തിൻ്റെ കൈകാലുകൾ തുടങ്ങിയ അവയവങ്ങൾ. അപ്പോൾ ഈ ഭൂതസംഘങ്ങളിൽ നിന്ന് വളരെ ദൂരെയാണ് ഇതിൻ്റെ കയ്യും കാലുകളും. ദിഗന്തരേ സ്ഥിതാഹ തേന പ്രാപ്താഹ കിന്തു തത്രൈവ കാലേന സ്വയമേവ കലിത ഇതി ദ്വയോരന്വയ. അത്ര കണ്ട് നീളമുണ്ടായിരുന്നു ഈ ശവത്തിൻ്റെ കൈകൾക്കും കാലുകൾക്കും. കീദൃശം ബഭൂവ തദാഹ പിണ്ടേത്യാദിന പിണ്ടശ ആഹാര്യൈഹി ഭക്ഷ്യമാണൈഹി നീയമാനൈശ്ച. മാംസം ഇങ്ങനെ ഇതിൽ നിന്നും കടിച്ചു പറിച്ച് ഈ ഭൂതഗണങ്ങൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമദുർഗന്ധിഭിർ മാംസവസാദിഭിർ ഗുണ്ഡീകൃത അവഗുണ്ഠിത വ്യാപ്ത കകുബ്ഗണ യത്ര തഥാവിധം. ആമം എന്ന് പറഞ്ഞാൽ വേവിക്കാത്തത് എന്നാണ് അർത്ഥം. വേവിക്കാത്തത് അല്ലെങ്കിൽ പകുതി വെന്തത് എന്നാണ്. അത് കയ്യാമം, അത് വേറെ. ഇത് സംസ്കൃതത്തിലുള്ള ആമമാണ്. തമിഴിൽ ഒരു തരത്തിലുള്ള വടയുണ്ടാക്കും. അതിന് അവർ പറയുന്നത് ആമവട എന്നാണ്. നമ്മൾ വിചാരിക്കുക ആമയെ കൊന്നുണ്ടാക്കുന്ന വടയാണ്. നല്ല ആമവട എന്ന് പറഞ്ഞാൽ നമ്മൾ വട നല്ലപോലെ ചുട്ടെടുക്കാതെ ഒരു പകുതി വേവിലെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ മുറുക്കില്ലേ, മുറുക്കുണ്ടാക്കുമ്പോൾ പകുതി വെന്ത മുറുക്കുണ്ട്. അത് ഭക്ഷിക്കുമ്പോൾ ശബ്ദം കേൾക്കത്തില്ല. ശബ്ദം കേൾക്കാതെ ഭക്ഷിക്കാൻ പറ്റുന്നതാണ്. കാരണം അത് മാവാണ്, പക്ഷെ മാവ് എണ്ണയിൽ നല്ലപോലെ വെന്തതാണ്, വെന്ത മാവാണ്. ആ മുറുക്കിനൊരു ടേസ്റ്റാണ്. അതിന് പിന്നെയും കുറച്ചുകൂടെ മൂപ്പിച്ചിട്ട് എടുക്കുമ്പോഴാണ് കടിക്കുമ്പോൾ സൗണ്ട് കേൾക്കുന്നത്. അപ്പോഴേ മുറുക്കാകത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ അത് നിങ്ങൾ സാധാരണ അത് കാണാനോ കഴിച്ചിരിക്കാനുള്ള സാധാരണ ഞങ്ങളുടെ ഈ ബ്രാഹ്മിൻസിൻ്റെ ഇടയ്ക്കാണ് അങ്ങനെ പകുതി വെന്ത മുറുക്ക്. ആ നിങ്ങളൊക്കെ പച്ചരി മുറുക്കല്ലേ, നമ്മൾ പുഴുക്കലരി കൊണ്ട് മുറുക്കുണ്ടാകും. അതിലാണ് ഈ മാവായിട്ട് പകുതി വേവിച്ചെടുക്കാൻ പറ്റുന്നത്. മറ്റേത് എണ്ണയിൽ കിടന്ന് അപ്പം തന്നെ പൊരിഞ്ഞ് അത് ക്രിസ്പായി പോവും, ഡ്രൈ ആയി പോവും. ഇതങ്ങനെയല്ല, ഇത് എണ്ണയിൽ കിടന്ന് ഇങ്ങനെ വേവും. അപ്പോൾ പകുതി വേവിച്ച ആ മുറുക്ക് അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ശബ്ദം ഉണ്ടാക്കാതെ കഴിക്കാൻ പറ്റും. ആരും അറിയത്തില്ല. പല്ലില്ലാത്ത വയസ്സന്മാർക്ക്, വൃദ്ധന്മാർക്കും വൃദ്ധകൾക്കും കഴിക്കാൻ പറ്റിയ മുറുക്കാണ് ആ പകുതി വെന്ത മുറുക്ക്. അതുപോലെ ആമവട എന്ന് പറയും, പകുതി വെന്തത്. ആമം എന്നുള്ള സംസ്കൃത വാക്കിന് അപക്വം, പൂർണ്ണമായി വേവാത്തത്, പകുതി വെന്തത് എന്നാണ് അർത്ഥം. ആമാശയം എന്നൊരു അവയവം നമ്മുടെ ശരീരത്തിലുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അതിനെ ആമാശയം എന്ന് ഒരാളുടെ അടുത്ത് ചോദിച്ചു. ആമാശയം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ് ആമാശയം? ആമയുടെ ആശയം എന്ന് പറഞ്ഞ അയാൾ. അത് കൊള്ളാം, ആമയ്ക്ക് ഐഡിയ തോന്നുന്നു. ആമയുടെ ആശയമാണ് ആമാശയം എന്ന്. എടാ, നിന്നെ വെടിവെച്ച് കൊല്ലണ്ടേ? ഇങ്ങനെയുള്ള എലിമെൻസ് ഒന്നും ഭൂമിയിൽ ജീവിക്കാനുള്ള അർഹതയില്ല. അപ്പോൾ ആമാശയം എന്ന് പറഞ്ഞാൽ അവിടെ ഡൈജഷൻ ഭാഗികമായി നടക്കും. പൂർണ്ണമായി ആഹാരം ദഹിക്കില്ല, ഭാഗികമായി ആഹാരം ദഹിക്കുന്ന ഭാഗമാണ് ആമാശയം. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയാണ് ആ ദഹനം പൂർണ്ണമാകുന്നത്. അങ്ങനെയാണ് ആമാശയം. അപ്പോൾ ആമം എന്ന് പറഞ്ഞാൽ അപക്വം, പൂർണ്ണമായി പാകമാകാത്തത്, വേകാത്തത് എന്നൊക്കെയാണ് അർത്ഥം. അപ്പം ഇവിടെ പിണ്ടാഹാര്യാമദുർഗന്ധി. ഈ ശവത്തിൻ്റെ മാംസം ഭയങ്കര ദുർഗന്ധമുള്ളതാണ്. ശവം എന്ന് പറഞ്ഞാൽ തന്നെ ദുർഗന്ധമാണല്ലോ. ഈ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവരെ നമുക്ക് ഒരർത്ഥത്തിൽ ശവം തീനികൾ എന്ന് വിളിക്കാം. ഒരു ജീവി മരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ശവമാണല്ലോ. അല്ല, ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? കോഴിയെ കൊന്നു കഴിഞ്ഞാൽ, ആടിനെ കൊന്നു കഴിഞ്ഞാൽ, താറാവിനെ കഴുത്തറുത്ത് കൊന്നു കഴിഞ്ഞാൽ, ഏത് ജീവിയെയും കൊന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ആ ജീവനില്ലാത്ത ശരീരത്തെ നമ്മൾ ശവം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവരൊക്കെ ഒരർത്ഥത്തിൽ ശവം തീനികളല്ലേ? പക്ഷേ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ എപ്പോൾ അടി കിട്ടുമെന്ന് ചോദിച്ചാൽ മതി. പക്ഷേ അവർ ശവമാണ് തിന്നുന്നത്.
ശവം മനുഷ്യർ ഭക്ഷിക്കാൻ പാടില്ല. ഭൂതപ്രേതങ്ങളും പിശാചുക്കളും ഒക്കെയാണ് ശവം തിന്നുന്നത്. മനുഷ്യർ സാത്വികമായ ആഹാരം മാത്രമേ കഴിക്കാവൂ. സാത്വികമായ ആഹാരം എന്ന് പറഞ്ഞാൽ അത് വെജിറ്റേറിയൻ ആയിരിക്കും, സസ്യാഹാരമായിരിക്കും. അതുകൊണ്ട് ആരോഗ്യം ആഗ്രഹിക്കുന്നവർ, ആരോഗ്യ അഭീപ്സുക്കൾ മാംസഭക്ഷണം എത്രയും പെട്ടെന്ന് ഒഴിവാക്കേണ്ടതാണ്. ഇതൊരു മെസ്സേജായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു സന്ദേശമായി. പല അസുഖങ്ങളും മാംസഭക്ഷണം കൊണ്ടാണ് മനുഷ്യർക്ക് വരുന്നത്. ഈ നോൺ വെജിറ്റേറിയൻ ഫുഡ് ഉപേക്ഷിച്ചാൽ തന്നെ വയറിൻ്റെ പല പ്രശ്നങ്ങളും തീർന്നു കിട്ടും. ചിക്കൻ കഴിച്ച് വയറിന് പ്രശ്നം വന്ന ഒരാൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യം പറഞ്ഞത് ചിക്കൻ തിന്നുന്നത് നിർത്താനാണ് പറഞ്ഞത്. എന്നിട്ട് ആയുർവേദ മരുന്ന് കൊടുത്തപ്പോൾ വയറിൻ്റെ പ്രശ്നമൊക്കെ തീർന്നു. വയറിൻ്റെ പ്രശ്നം തീർന്നപ്പോൾ അയാൾ വീണ്ടും ചിക്കൻ തിന്നാൻ തുടങ്ങി. വീണ്ടും വയറിന് പ്രശ്നം വന്നു. ഇതാണല്ലോ നമ്മൾ ചെയ്യുന്നത്. മധുരം കഴിച്ച് ഷുഗർ അല്പം കുറയുമ്പോഴേ ലഡുവും ജിലേബിയും ഒക്കെ കഴിക്കും. നമുക്ക് ജീവിതം മുഴുവൻ നിയന്ത്രണത്തോടു കൂടി ജീവിക്കാൻ പറ്റില്ല. കാരണം ഇന്ദ്രിയങ്ങളുടെ പിടിച്ചുവലിയാണ്. ഇന്ദ്രിയങ്ങൾ നമ്മെ ആക്രമിച്ച് കീഴ്പ്പെടുത്തും. വേണ്ട വേണ്ട കഴിക്കരുത്, ഷുഗറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരല്പം കഴിക്കുന്നതുകൊണ്ട് എന്താ ദോഷം? അത്രയൊന്നും കൂടത്തൊന്നുമില്ല. കൂടിയാ മരുന്നുണ്ട് എൻ്റെ കയ്യിൽ. ഒരു ഗുളികയ്ക്ക് പകരം 2 ഗുളിക കഴിക്കും. തീർന്നില്ലേ? അതിനേക്കാളും നല്ലതല്ലേ ഈ ചെളിയിൽ ചവിട്ടിയിട്ട് കാല് കഴുകുന്നതിനേക്കാളും ചെളിയിൽ ചവിട്ടാതെ മാറി നടക്കുന്നതല്ലേ? പ്രക്ഷാളനാധിപങ്കസ്യ ദൂരാത സ്പർശനം വരം. ചെളിയിൽ ചവിട്ടിയിട്ട് പിന്നീട് കാല് കഴുകുന്നതിനേക്കാളും ചെളിയിൽ ചവിട്ടാതെ മാറി നടക്കുന്നതാണ്. അപ്പോൾ അത് മനുഷ്യനെ കൊണ്ട് പറ്റത്തില്ല. അവൻ രുചിയുടെ അടിമയാണ്, നാവിൻ്റെ അടിമ. അപ്പോൾ ഈ ആഹാരത്തിൽ കൊതിമൂത്തിട്ട് നമ്മുടെ ശരീരത്തിന് പറ്റാത്ത പലതും മനുഷ്യർ ഭക്ഷിക്കുന്നു. എന്നിട്ട് ഓരോരോ രോഗങ്ങളുമായി ഡോക്ടർമാരെ സമീപിക്കുന്നു. ഇതാണ് ലോകത്തിൽ നടക്കുന്നത്. അപ്പോൾ ആഹാര നിയന്ത്രണം അത് വളരെ അത്യാവശ്യമാണ്. സനത്കുമാര മഹർഷി നാരദനെ പറഞ്ഞു കേൾപ്പിക്കുന്നതാണ്. നാരദൻ ബ്രഹ്മർഷിയാണ്, ദേവർഷിയാണ്, ബ്രഹ്മജ്ഞാനിയുമാണ്. ഏറ്റവും വലിയ വിഷ്ണുഭക്തൻ നാരദനാണ്. ആ നാരദനോട് സനത്കുമാര മഹർഷി പറഞ്ഞു കേൾപ്പിക്കുന്നതാണ്. ഉപനിഷത്തിൽ വരുന്ന ഭാഗമാണ്, ഛാന്തോക്യമാണെന്നാണ് എൻ്റെ ഓർമ്മ. ആഹാരശുദ്ധൗ സത്വശുദ്ധി, സത്വശുദ്ധൗ ധ്രുവാ സ്മൃതി, സ്മൃതിർലബ്ധേ സർവഗ്രന്ഥീനാം വിപ്രമോക്ഷ. നിങ്ങളുടെ മോക്ഷത്തിലേക്കുള്ള പ്രയാണം തുടങ്ങേണ്ടത് അടുക്കളയിൽ നിന്നാണ്. ആഹാരം, നിങ്ങൾ കഴിക്കുന്ന ആഹാരം സാത്വികമായിരിക്കണം. സാത്വികമായ ആഹാരത്തെയാണ് ശുദ്ധമായ ആഹാരം എന്ന് പറയുന്നത്. അല്ലാതെ കോഴിയെ ഡ്രസ്സ് ചെയ്ത് പാകം ചെയ്ത് കൊണ്ടുവരുന്നില്ല. കോഴിയുടെ ഈ പപ്പും പൂടയൊക്കെ പറിച്ച് കളയുന്നതിന് ഡ്രസ്സ് ചെയ്യുക എന്നാണ് പറയുന്നത്, അല്ലേ? കോഴിയെ ഡ്രസ്സ് ചെയ്യുക അല്ലേ, അങ്ങനെയല്ലേ പറയുന്നത്? ഡ്രസ്സിങ്. അപ്പോൾ കോഴിയെ നല്ലപോലെ ഡ്രസ്സ് ചെയ്ത് അതിനെ വെള്ളത്തിലൊക്കെ നല്ലപോലെ എത്ര കഴുകിയാലും കക്കൂസല്ലേ, മനുഷ്യർ പിന്നെയും ആ കക്കൂസ് ഉപയോഗിക്കുകയല്ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈ മാംസത്തെ എത്ര കഴുകി നിങ്ങൾ ഉപയോഗിച്ചാലും അതിൻ്റെ അശുദ്ധി മാറില്ല. അത് മാംസമാണ്, ഒരു ജീവിയുടെ ശരീരഭാഗമാണത്. അത് കഴിക്കാൻ കൊള്ളില്ല. അത് കഴിച്ചാൽ മാംസപുഷ്ടി ഉണ്ടാവും. പെട്ടെന്ന് നിങ്ങൾക്ക് വണ്ണം വെക്കണമെങ്കിൽ മാംസാഹാരം കഴിച്ചു കഴിഞ്ഞാൽ മുട്ട, അത് ഒരർത്ഥത്തിൽ മാംസം തന്നെയാണ്. അല്ല, മുട്ടയ്ക്ക് ജീവനില്ല. മുട്ടയ്ക്ക് ജീവനില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അതിൽ നിന്ന് കോഴി പുറത്തേക്ക് വരുന്നത്, കോഴിക്കുഞ്ഞ്? ഇതൊക്കെ മുട്ട കഴിക്കാൻ നമ്മൾ പറയുന്ന ഓരോ കഴിവുകളാണ്. മുട്ട കുഴപ്പമൊന്നുമില്ല. പിന്നെന്തോ വെജിറ്റബിൾ മുട്ടയാണ്, അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ, അത് വിരിഞ്ഞാലും അതിൽ നിന്ന് കോഴി വരില്ല. അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഇത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് കോഴിക്കുഞ്ഞാവില്ല. എന്നാലും അത് കഴിക്കേ പറ്റൂ. ഒരു ജീവിയുടെ വയറ്റിൽ രൂപപ്പെടുന്നതാണ് ഈ മുട്ട. ഒരു ജീവിയുടെ വയറ്റിലുള്ള മലമോ കാഷ്ടമോ മനുഷ്യർ ഭക്ഷിക്കാറുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ ഒന്നാണ്, അശുദ്ധ പദാർത്ഥങ്ങൾക്കിടയ്ക്കാണ് ഈ മുട്ട. അത് പുറത്തേക്ക് വരുന്ന ദ്വാരവും അശുദ്ധി നിറഞ്ഞതാണ്.
അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഏതിലൂടെയാണ് കോഴി മുട്ടയിടുന്നത്? വായി കൂടെയാണോ? അല്ലല്ലോ. അപ്പോൾ മൊത്തം അശുദ്ധി നിറഞ്ഞതാണ്. ആ കുഞ്ഞാണെങ്കിലും മുട്ടയാണെങ്കിലും പുറത്തേക്ക് വരുന്ന ദ്വാരം അശുദ്ധമാണ്. ആ മുട്ടയെ നിങ്ങൾ എത്ര കഴുകിയാലും അതിൻ്റെ അശുദ്ധി പോവില്ല. ചില സാധനങ്ങൾ അങ്ങനെയാണ്. ഓടവെള്ളത്തിൽ വീണ ഒരു മാമ്പഴം, മലിനജലം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഡ്രെയിനേജിൽ വീണ ഒരു മാമ്പഴം എത്ര നല്ല പോലെ കഴുകി മറ്റേ ഇതുണ്ടല്ലോ ഡെറ്റോൾ കൊണ്ട് കഴുകി, മറ്റേ ഇതൊക്കെ നമ്മൾ ഇത് ചെയ്യുന്ന ഈ ഡോക്ടർമാരൊക്കെ കൈ തുടയ്ക്കാൻ സാനിറ്റൈസർ, ഈ ചില വാക്കുകളൊന്നും കിട്ടുന്നില്ല. സാനിറ്റൈസറിൽ അതിനെ കുളിപ്പിച്ചാലും അതിൻ്റെ അശുദ്ധി പോവില്ല. കാരണം അശുദ്ധ പദാർത്ഥവുമായി സമ്പർക്കം വന്നു കഴിഞ്ഞാൽ തന്നെ അത് അശുദ്ധമായി കഴിഞ്ഞു. അതുകൊണ്ട് ഡ്രെയിനേജിൽ വീണ മാമ്പഴമോ അല്ലെങ്കിൽ മറ്റ് പച്ചക്കറികളോ ആരും കഴുകി ഉപയോഗിക്കാറില്ല. അതെടുത്ത് കഴിക്കുന്നവരെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. നോ കമൻസ്. മാമ്പഴം എന്തൊരു വിലയാണ്, കിലോ 150 രൂപ. അത് എടുത്തപ്പോൾ കയ്യിൽ നിന്ന് അടുത്തുള്ള ഓടയിൽ വീണു. അത് കഴിക്കാതെ എങ്ങനെ ഇരിക്കും എന്ന് വിചാരിച്ച് അതിനെ കഴുകി ഉപയോഗിക്കുന്നവരെ കുറിച്ച് ഒന്നും പറയാനില്ല. നമോഭാഗം, അവർക്ക് സാഷ്ടാംഗ പ്രണാമം, അത്രയേ പറയുന്നുള്ളൂ. അങ്ങനെ അശുദ്ധ പദാർത്ഥങ്ങളുമായി സമ്പർക്കത്തിൽ വരുന്ന വസ്തുക്കളെ കഴിക്കരുത്. ആ അശുദ്ധി ആ വസ്തുവിൽ ഉണ്ടാവും. നിങ്ങൾ കഴുകുന്നത് അതിൻ്റെ പുറത്ത് മാത്രമാണ്. ആ സമ്പർക്കത്തിലൂടെ അതിൽ അശുദ്ധി വന്നു കഴിഞ്ഞു. അതിനെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആഹാരശുദ്ധവും സത്വശുദ്ധി എന്നാണ് പറയുന്നത്. ആഹാരം, ഭക്ഷണം ശുദ്ധമായാൽ മനസ്സ് ശുദ്ധമാകും. ചിത്തശുദ്ധി നിങ്ങൾക്ക് നേടണോ? ചിത്തം ശുദ്ധമാകാതെ നിങ്ങൾക്ക് ഒരു ആധ്യാത്മിക ജീവിതം നയിക്കാൻ പറ്റില്ല. ആഹാരം അശുദ്ധി, മാംസവും മുട്ടയും മീനും ഒക്കെ കഴിച്ച് ജീവിക്കുന്നവർക്ക് ഒരിക്കലും ചിത്തം ശുദ്ധമാക്കാൻ പറ്റില്ല. അല്ല, ഇതൊക്കെ കഴിക്കുന്നവരിൽ പല സാത്വികന്മാരും ഉണ്ടല്ലോ എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ശരിയാണ്. അവർ ഈ മാംസവും മുട്ടയും മീനും ഒക്കെ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ എത്ര കണ്ട് ശുദ്ധി അവർക്കുണ്ടായേനെ എന്നെന്തുകൊണ്ട് ആലോചിക്കുന്നില്ല? ഇങ്ങനെയുള്ള അശുദ്ധ പദാർത്ഥങ്ങൾ പലത് കഴിച്ചിട്ടും സാത്വികന്മാരെ എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ഈ ആഹാരം ഉപേക്ഷിച്ചിരുന്നെങ്കിൽ അവർ ഇതിനു മുമ്പ് മോക്ഷം നേടിപ്പോയേനെ എന്നേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ അതൊന്നും മാംസഭക്ഷണം കഴിക്കാനുള്ള ഒരു ഒഴിവ് കഴിവായിട്ട് ഒരു അംഗീകരിക്കരുത്. അതായത് ഈ നോൺ വെജ് കഴിക്കാൻ മനുഷ്യർ മറ്റ് പലരുടെയും മഹാത്മാക്കളുടെ ജീവിതത്തെ ഉദാഹരണമാക്കി സ്വീകരിക്കാറുണ്ട്. അഗസ്ത്യ മഹർഷി മട്ടൺ കഴിച്ചതായിട്ട് പുരാണങ്ങളിൽ പറയുന്നുണ്ട്, ആട്ടിറച്ചി. അഗസ്ത്യ മഹർഷി, നിങ്ങൾ ആദ്യം ഒരു കാര്യം ആലോചിക്കണം. നിങ്ങൾ അഗസ്ത്യ മഹർഷിയല്ല. നിങ്ങൾ ആട്ടിറച്ചി തിന്നാൻ വേണ്ടി അഗസ്ത്യ മഹർഷിയെ മാതൃകയാക്കിയാൽ അഗസ്ത്യ മഹർഷി ചെയ്ത മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? സമുദ്രത്തെ കുടിച്ചു വറ്റിച്ചു. നിങ്ങളെ കൊണ്ട് പറ്റുമോ? സമുദ്രത്തെ കുടിച്ചു വറ്റിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഗസ്ത്യ മഹർഷിയെ പോലെ ആട്ടിറച്ചി തിന്നാം. അതിന് പറ്റിയില്ലെങ്കിൽ ഇതും ചെയ്യരുത്. ഗുഹൻ തേനിൽ മുക്കിയ മീൻ ശ്രീരാമന് കൊടുത്തു എന്ന് രാമായണത്തിലുണ്ട്. അതായത് തേനിൽ മുക്കിയെടുത്ത മത്സ്യം ശ്രീരാമന് കൊടുത്തു, ശ്രീരാമൻ കഴിച്ചു എന്നാണ്. അപ്പം ഞാൻ മീൻ തിന്നാലെന്താ? നിങ്ങൾ ശ്രീരാമനാണോ? ശ്രീരാമൻ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുള്ള കഴിവുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മീൻ തിന്നാം, അല്ലെങ്കിൽ തിന്നരുത്. ശ്രീരാമകൃഷ്ണ പരമഹംസര് മത്സ്യം കഴിച്ചു എന്ന് നമ്മൾ പറയുന്നു. ശ്രീരാമകൃഷ്ണദേവൻ ബംഗാളിലാണ് ജനിച്ചത്. ബംഗാളിലുള്ള ബ്രാഹ്മണർ പോലും മത്സ്യം കഴിക്കും. അത് അവരുടെ ജീവിത രീതിയാണ്. പരമ്പരയായിട്ട് അവരങ്ങനെയാണ് ജീവിക്കുന്നത്.
അതെ, അവര് മീനെന്നല്ല മത്സ്യം എന്നല്ല പറയുന്നത്, ജലപുഷ്പം എന്നാണ്. വെള്ളത്തിൽ പൂക്കുന്ന പൂവാണ് മീനെന്ന്. ആ, അപ്പോൾ അതിൽ അവർക്ക് അയിത്തമൊന്നുമില്ല, അതൊക്കെ കഴിക്കാം. അപ്പോൾ അവരുടെ ജീവിതം അദ്ദേഹം ബംഗാളിൽ ജനിച്ച ഒരു മഹാത്മാവാണ്. പിന്നെ അദ്ദേഹം ജീവിതാവസാനം വരെ മത്സ്യം കഴിച്ചിരുന്നോ എന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹം ഈ ആധ്യാത്മിക ജീവിതത്തിൽ കടന്നതിന് ശേഷം അതൊക്കെ ഒഴിവാക്കിയിരിക്കാം, നമുക്കറിയില്ല. കാരണം ഈ ആഹാരത്തിൻ്റെ ഒരു ഭാഗമാണ് മനസ്സായി മാറുന്നത്. അതൊന്നും ആധുനിക ശാസ്ത്രം അംഗീകരിക്കത്തില്ല. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് പുഷ്ടി ഉണ്ടാവും, രക്തവും മാംസവും മജ്ജയും ഒക്കെ ഉണ്ടാവും എന്നാണ്. അല്ല, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ സ്ഥൂലഭാഗം ശരീര അവയവങ്ങളുടെ രൂപീകരണത്തിന് സഹായിക്കുന്നു. അതാണ് രക്തവും മജ്ജയും മാംസവും ഒക്കെ ആയി മാറുന്നത്. കഴിക്കുന്ന ആഹാരത്തിന് ഒരു സൂക്ഷ്മമായ അംശമുണ്ട്. ആ അംശം സൂക്ഷ്മമായ മനസ്സായി മാറും. കഴിക്കുന്നത് അശുദ്ധ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ വർജിക്കേണ്ട മത്സ്യമാംസാദികളാണെങ്കിൽ മനസ്സ് ദുഷിക്കും. ഇത് നിങ്ങൾ അംഗീകരിച്ചാലേ ഇല്ലെങ്കിൽ ഇതാണ് സത്യം. അതെങ്ങനെയാണ്? കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഒരു ഭാഗമാണ് മനസ്സായി മാറുന്നത്. കാട്ടിൽ ജീവിക്കുന്ന ജീവികളെടുത്ത് നിങ്ങൾ വിശകലനം ചെയ്ത് നോക്കൂ. സസ്യബുക്കുകൾ ശാന്തപ്രകൃതികളാണ്. മുയൽ, മാൻ, ആന, കാട്ടുപോത്ത്, കാട്ടരിമ ഇതെല്ലാം ശാന്ത സ്വഭാവത്തോടു കൂടി ജീവിക്കുന്നതാണ്. മറ്റ് ഹിംസ്ര മൃഗങ്ങളെ നോക്കൂ, കടുവ, പുലി, സിംഹം, ഈ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നതൊക്കെ ആക്രമിക്കുന്ന സ്വഭാവത്തോടു കൂടിയവയാണ്. എന്തുകൊണ്ട്? അവ കഴിക്കുന്ന ഭക്ഷണമാണ് അതിന് കാരണം. അപ്പോൾ ഭക്ഷണ രീതി മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തെ തന്നെ മാറ്റിമറിക്കാൻ പറ്റും. നിങ്ങളുടെ സ്വഭാവം തന്നെ മാറിപ്പോവും. നിങ്ങൾ പരമസാത്വികനായി മാറും. അത് നല്ലതുപോലെ എല്ലാവരും മനസ്സിലാക്കണം. ഈ ഒരു സത്സംഗത്തിലൂടെ ഇത് കേൾക്കുന്നവരും കാണുന്നവരും, ഇതൊക്കെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ, ഈ കാര്യം ഇതിൻ്റെ ശ്രോതാക്കളും ദ്രഷ്ടാക്കളും നല്ലതുപോലെ മനസ്സിലാക്കിയാൽ അത് ജീവിതത്തിന് വളരെയേറെ ഗുണം ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ നോക്കൂ, പച്ചക്കറിക്കാണോ വില കൂടുതൽ, മത്സ്യമാംസാദികൾക്കാണോ വില കൂടുതൽ? നോൺ വെജിറ്റേറിയൻ ഫുഡിനാണ് വില കൂടുതൽ. ഈ കൂടുതൽ വിലയും കൊടുത്ത് ഈ കഴിക്കാൻ പാടില്ലാത്ത മദ്യമാംസാദികൾ നമ്മൾ എന്തിനു വാങ്ങിച്ച് കഴിക്കണം? അതുപോലെ തന്നെ മദ്യത്തിനൊക്കെ എന്തൊരു വിലയാണ്. കഷ്ടപ്പെട്ടുണ്ടാകുന്ന കാശ് വാങ്ങിച്ച് ആ കാശ് കൊടുത്ത് ശരീരത്തെ നശിപ്പിക്കുന്ന മദ്യത്തെ അകത്താക്കുന്നു. ഈ മനുഷ്യരെ എങ്ങനെ വിവേകികളെന്ന് നമുക്ക് പറയാൻ പറ്റും? അതുകൊണ്ട് മദ്യവും മാംസം എന്ന് പറഞ്ഞാൽ അതിൽ മുട്ടയും മത്സ്യവും അടങ്ങും. ഈ തർക്കിക്കാൻ വരുന്നവർ പല വാദമുഖങ്ങളും ഉന്നയിക്കും. ശ്രീനാരായണ ഗുരുദേവനോട് ഒരാൾ ചോദിച്ചു, അങ്ങ് മാംസം ഭക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്നു, പാല് കുടിക്കാമല്ലോ. പാലെന്ന് പറയുന്നത് പശുവിൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. രക്തമാണ് പാലായി മാറുന്നത്. അതാണ് അകിടിലൂടെ പാലായിട്ട് വരുന്നത്. അപ്പോൾ പാല് സാത്വികമായ ആഹാരം എന്ന് പറയുന്നു. മത്സ്യം എന്ന് മാംസം എന്ന് പറയുന്നത് വർജിക്കേണ്ടതാണ് എന്ന് അങ്ങ് പറയുന്നു. ഇതിലെന്താണ് ലോജിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അതവിടെ ഇരിക്കട്ടെ, പശുവിൻ്റെ പാല് കുടിക്കാം, മാംസം കഴിക്കാൻ പാടില്ല. ഈ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. അതിനു മുമ്പ് എൻ്റെ 1-2 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയുമെന്ന്. വീട്ടിൽ അമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അമ്മയുണ്ട്. അമ്മയില്ല, അമ്മ മരിച്ചുപോയി എന്ന് പറഞ്ഞു. ശരി, അമ്മ മരിച്ചപ്പോഴേ അമ്മയെ ദഹിപ്പിക്കുകയാണോ ചെയ്തത്, അല്ലെങ്കിൽ അമ്മയെ തിന്നോ? അമ്മയുടെ അമിഞ്ഞ പാല് കുടിച്ചാണ് ഇവൻ വളർന്നത്. അപ്പം പിന്നെ ആ മാംസവും കൂടെ തിന്നു തീർക്കാൻ പാടില്ല ഇയാൾക്ക്. ആ ശരീരത്തിലല്ലേ അമിഞ്ഞ പാലുണ്ടായത്, അല്ലേ?
അപ്പം അമ്മിഞ്ഞപ്പാൽ കുടിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ അമ്മയുടെ ശരീരം ഭക്ഷിക്കുന്നത് മഹാപാപമാണ്. പശുവിൻ്റെ ശരീരത്തിൽ നിന്നുണ്ടാകുന്നതാണ് പാലെന്ന് പറയുന്നത്. പക്ഷേ ആ പാലിൻ്റെ സ്വഭാവം വേറെയാണ്, അത് സാത്വിക സ്വഭാവത്തോട് കൂടിയതാണ്. അത് കഴിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഗോമാംസം ഭക്ഷിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല. ഒരു ജീവിയുടെയും മാംസം ഭക്ഷിക്കുന്നത് നല്ലതല്ല. അമ്മിഞ്ഞ പാല് കുടിക്കാതെ കുട്ടികളെങ്ങനെയാണ് വളരുക? കൈക്കുഞ്ഞുങ്ങൾ ജനിച്ച് ഒന്നോ രണ്ടോ മാസമൊക്കെ പ്രായമുള്ള കുട്ടികൾ ഇത് അപ്പം തന്നെ അതിൻ്റെ വായിൽ ചിക്കൻ്റെ പീസ് വെച്ച് കൊടുക്കുകയാണ്. അതിന് ആ ടേസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് അതിൽ മാതാപിതാക്കളാണ് ഉത്തരവാദികൾ. തൻ്റെ കുഞ്ഞുങ്ങളെ മാംസബുക്കുകളാക്കി മാറ്റുന്നതിൽ മാതാപിതാക്കളാണ് കുറ്റക്കാർ. അവരോ നശിച്ചു, അടുത്ത തലമുറയെ നശിപ്പിക്കണോ? സമൂഹത്തിൻ്റെ മനസാക്ഷി ഉണരണം, എന്നാലേ പ്രയോജനമുള്ളൂ. ഇവിടെ വരുന്ന മാംസമൊക്കെ തമിഴ്നാട്ടിൽ നിന്നുള്ള കന്നുകാലികളുടേതാണ്. പലത് രോഗം വന്നതും ചാവാറായതും ഒക്കെയുള്ള അതിൻ്റെ മാംസമാണ് കേരളത്തിലെ മനുഷ്യർ തിന്നു തീർക്കുന്നത്. അമിതമായ വില കൊടുത്ത് വല്ല കാര്യമുണ്ടോ? അത് രോഗങ്ങളെ വിലയ്ക്ക് വാങ്ങുകയാണ് ചെയ്യുന്നത് മാംസഭക്ഷണത്തിലൂടെ മനുഷ്യർ. അതുപോലെ തന്നെ മദ്യത്തിൻ്റെ ഉപയോഗത്തിലൂടെയും. മദ്യമാംസങ്ങൾ വർജിക്കണം എന്ന് ശാസ്ത്രങ്ങൾ വളരെ വ്യക്തമായി ശക്തമായി തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. മനസ്സിൽ തള്ളിത്തള്ളി വരുന്നത് ചിലപ്പോൾ പുറത്ത് പറയാതിരിക്കാൻ എന്നെക്കൊണ്ട് കഴിയുന്നില്ല. തള്ളിത്തള്ളി വരുന്നത് രജോ ഗുണത്തിൻ്റെ പ്രകടനമാണ്, അറിയാം, രജോ ഗുണത്തിൻ്റെ പ്രകടനമാണ്. ഇതൊന്നും പറയുന്നത് കൊണ്ട് ലോകം നന്നാവുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം അവിടെ ഇരിക്കട്ടെ. ഗുരുദേവനല്ല, ശ്രീരാമകൃഷ്ണദേവൻ വിവേകാനന്ദ സ്വാമികൾക്ക് നൽകിയ ഉപദേശമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കുഞ്ഞേ, നീ ലോകത്തോട് ഈ സത്യം വിളിച്ചു പറയൂ എന്നാണ് പറഞ്ഞത്. സത്യം എന്ന് പറഞ്ഞാൽ ആത്മാവ് മാത്രമേ ഉള്ളൂ, ഈ പ്രപഞ്ചം മിഥ്യയാണ് എന്നുള്ള വേദാന്ത സത്യം ലോകത്തിനോട് വിളിച്ചു പറയൂ. തെരുവുകളിൽ ഇറങ്ങി ഈ സത്യം വിളിച്ചു പറയൂ. കേൾക്കുന്നവർ കേൾക്കട്ടെ, അല്ലാത്തവർ പോട്ടെ. ലെറ്റ് ദം ഗോ ടു ഹെൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആരെങ്കിലുമൊക്കെ പുണ്യം ചെയ്തവരുണ്ടാവും, അവർക്ക് ഈ വാക്കുകൾ മോക്ഷത്തിനുള്ള ഒരു സാധനയായി മാറും. അതുകൊണ്ട് നമുക്ക് പറയാം, ആവർത്തിച്ച് പറയാം, കേൾക്കുന്നവർ കേൾക്കട്ടെ, അല്ലാത്തവർ പോട്ടെ. അപ്പോൾ ഈ ഭൂതഗണങ്ങളെല്ലാം കൂടെ ശവം ഭക്ഷിച്ചു തീർക്കാൻ തുടങ്ങി. പിണ്ടാഹാര്യാമ ദുർഗന്ധി ഗുണ്ഠീകൃതകുബ്ഗണം രക്തഗർഭാഭ്ര നിർവ്യൂഹൈ ഖാതിരജ്വലനോജ്വലം. എങ്ങനെയാണ് ഈ ഭൂതഗണങ്ങൾ മാംസം ഭക്ഷിച്ചത് എന്ന് ചോദിച്ചാൽ അതിനെ വർണ്ണിക്കുകയാണ്. പിണ്ടശ ഓരോരോ കഷണങ്ങളായി കടിച്ച് പറിച്ച്, അങ്ങനെയല്ലേ ഭക്ഷിക്കാൻ പറ്റൂ, വലിയ ഒരു ശരീരമാണല്ലോ. അതിൽ നിന്ന് വലിയ ഉരുളകളെ പോലെ ഈ ആനയൂട്ടെന്ന് പറഞ്ഞിട്ട് നടത്തും. ഗുരുവായൂരിലും മറ്റുമൊക്കെ ആനയ്ക്ക് വലിയ ഉരുളകളായിട്ട്, നമ്മളെപ്പോലെ കൊച്ചു ഉരുള കൊടുത്തു കഴിഞ്ഞാൽ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഈ ആനയൂട്ടിന് വലിയ വലിയ ഉരുളകൾ ആനയുടെ വായിലേക്ക് തള്ളിവിടുന്നത് പോലെ വലിയ വലിയ മാംസ കബളങ്ങൾ ഈ ഭൂതഗണങ്ങൾ ഭക്ഷിക്കാൻ തുടങ്ങി. പിണ്ടശഃ ആഹാര്യൈഹി ഭക്ഷ്യമാണൈർ നിയമാനൈശ്ച. ചിലർ അതിൽ നിന്ന് മാംസം കടിച്ചെടുത്ത് പറിച്ച് അല്പം ദൂരെ കൊണ്ടുപോയി അവിടെ വെച്ച് തിന്നുകയാണ്. ചിലർ അതിൽ തന്നെ ശരീരത്തിൽ തന്നെ കടിച്ച് അവിടുത്തെ മാംസം ഭക്ഷിക്കുകയാണ്. ഇങ്ങനെ ഭക്ഷിക്കുമ്പോൾ ആമദുർഗന്ധിഭിർ, സഹിക്കാൻ പറ്റാത്ത ദുർഗന്ധം, പച്ച മാംസത്തിൻ്റെ മണം അന്തരീക്ഷം മുഴുവൻ വ്യാപിച്ചു. മാംസം വസ എന്ന് പറഞ്ഞാൽ കൊഴുപ്പാണ്. ശരീരത്തിൽ ഈ പന്നി, അതുപോലെ ഈ പന്നിയൊക്കെ അവർ ചുട്ടാണ് എടുക്കുന്നത്. പന്നിയുടെ തോല് ഉരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പന്നിയുടെ മനുഷ്യൻ കാണിക്കുന്ന ക്രൂരതകൾ നിങ്ങൾ ആലോചിക്കണം.
കൊന്നിട്ടല്ല, അതിൻ്റെ 4 കാലും മുകളിലേക്ക് കെട്ടി ഇങ്ങനെ കയറിൽ കെട്ടി തൂക്കിയിട്ടിട്ട് താഴെ തീടും. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ആ ഘോര ദൃശ്യം ഞാൻ കണ്ടിട്ടില്ല. ഈ ജീവനോടുകൂടി അതിൻ്റെ ആ തോലിൽ ഈ ചൂട് തട്ടി അത് പിടഞ്ഞ് മരിക്കും. എന്നിട്ടാണ് അതിൻ്റെ തോൽ ഉരിക്കുന്നതെന്നാണ്. ഉരിക്കത്തില്ലേ എന്തോ അങ്ങനെ വേവിക്കുന്നത്, അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഈ മാംസമൊക്കെ പാചകം ചെയ്യുമ്പോൾ ആ മാംസത്തിലുള്ള കൊഴുപ്പ്, അതിനെയാണ് വസ എന്ന് പറയുന്നത്, അത് മുകളിൽ ഇങ്ങനെ അടിഞ്ഞു വരും. അപ്പോൾ അതിനെ ഇങ്ങനെ നമ്മൾ പ്രത്യേകം അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റും. വസ എന്ന് പറയും. എല്ലാറ്റിനും കാശ് കൊടുക്കണം, ചുമ്മാതെ ഒന്നും കിട്ടത്തില്ല, എല്ലാം പൈസയാണ്. സൂപ്പ്, ആടിനെയും കോഴിയൊക്കെ സൂപ്പ് വെച്ച് കുടിക്കുന്നില്ല. ഏത് രൂപത്തിൽ കഴിച്ചാലും അത് ശരീരത്തിന് ദോഷം ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ദുർഗന്ധം വമിക്കുന്ന പച്ച മാംസം, വസാദിഭിർ ഗുണ്ഡീകൃത അവഗുണ്ഠിത വ്യാപ്താഹ കകുബ്ഗണാഹ, ഈ കൊഴുപ്പിൻ്റെയും ആ മാംസത്തിൻ്റെ ദുർഗന്ധവും ഒക്കെ കൊണ്ട് അന്തരീക്ഷം അല്ല, ആകാശം മുഴുവൻ ഇതിൻ്റെ ഈ ദുർഗന്ധം വ്യാപിച്ചു. അങ്ങ് ആകാശം നിറഞ്ഞു. അങ്ങനെ അതിഭീകരമായ ഒരു അന്തരീക്ഷമാണ്. ഇനി ഒരു 4-5 ശ്ലോകങ്ങൾ കൂടെ ഉള്ളൂ. അത് നമുക്ക് അടുത്ത ആഴ്ച തുടരാം. സമയം ഏതാണ്ട് 11:30 ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മുടെ മരിച്ചുപോയ വർക്കല വിജയൻ സാറിനെ ഒന്ന് അനുസ്മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വലിയ ഒരു സേവനമാണ് ലോകത്തിന് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം ഒരു 20-25 ഗ്രൂപ്പുകളുടെ അഡ്മിനായിരുന്നു. അപ്പോൾ ആ ഗ്രൂപ്പുകളിലെല്ലാം നമ്മുടെ ഈ യോഗ വാസിഷ്ടം അതുപോലുള്ള മറ്റ് പ്രഭാഷണങ്ങളൊക്കെ അദ്ദേഹം അയച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ അനേകം ആളുകൾക്ക് അദ്ദേഹത്തെ കൊണ്ട് ഒരുപാട് പ്രയോജനം ഉണ്ടായിരുന്നു. ഒരുപാട് ഈ വേദാന്തത്തിൽ താല്പര്യമുള്ള ആളുകൾ, അവർക്ക് നമ്മുടെ ഈ പ്രഭാഷണം ശ്രവിക്കാനുള്ള ഒരു സാഹചര്യം അദ്ദേഹം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത് ഈ സന്ദർഭത്തിൽ നമുക്ക് ഓർമ്മിക്കാതിരിക്കാൻ പറ്റില്ല. അതുപോലെ അദ്ദേഹത്തിന് ഒട്ടും വയ്യാതിരിക്കുന്ന സമയത്തും വളരെ അവശനായിരിക്കുമ്പോഴും അദ്ദേഹം വർക്കല റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അവിടെ നിന്ന് വണ്ടിയിൽ കയറി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി അവിടെ നിന്ന് നമ്മുടെ ഇവിടെ ആരോ ഒരാളും അദ്ദേഹത്തെ പ്രവീൺ അദ്ദേഹത്തിന് ലിഫ്റ്റ് കൊടുത്ത് ഇവിടെ കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ അത്രയേറെ ഈ വേദാന്ത വിഷയത്തിൽ താല്പര്യമുള്ള ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അപകട മരണമായിരുന്നു. ഒരു ബസ് വന്ന് തട്ടിയാണ് അദ്ദേഹം മരിച്ചത്. വർക്കലയായിരുന്നു. ഇന്നലെയല്ല, ശനിയാഴ്ചയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ. ഞങ്ങൾ 4-5 പേര് വെള്ളിയാഴ്ചയായിരുന്നു ആ ചടങ്ങുകളൊക്കെ നടന്നത്. ഞങ്ങളൊരു 4-5 പേര് പോയിരുന്നു, അതിൽ പങ്കെടുത്തു. 7 പേര്, 5 പേര് കാറിലും അല്ലാതെ 2 പേരും കൂടെ പോയി. അപ്പോൾ ഒരു സദാത്മാവായിരുന്നു. അദ്ദേഹത്തിന് അപകട മരണമാണ് സംഭവിച്ചതെങ്കിലും അദ്ദേഹത്തിന് ഒരിക്കലും ദുർഗതി ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ഒരിക്കലും അശാന്തി ഉണ്ടാവില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആരാണ് ഇതിന് പ്രമാണമെന്ന് ചോദിച്ചാൽ സാക്ഷാത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ. നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താത ഗച്ഛതി. അല്ലയോ അർജുന, ലോകത്തിൽ നന്മ ചെയ്യുന്നവൻ ഒരിക്കലും ദുർഗതിയെ പ്രാപിക്കുന്നില്ല. അദ്ദേഹത്തിന് സംഭവിച്ചത് ഒരു ദുരന്തമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ശരീരം അപകടത്തിലാണ് നഷ്ടമായതെങ്കിലും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ഒരു ദോഷവും സംഭവിക്കത്തില്ല. അദ്ദേഹത്തിന് ഇതിനേക്കാളും ഉദാത്തമായ ശ്രേഷ്ഠമായ ഒരു ജന്മമായിരിക്കും അടുത്തത് ലഭിക്കുക. നമുക്കറിയില്ല അദ്ദേഹത്തിന് മോക്ഷം ലഭിച്ചുവോ എന്നുള്ള കാര്യം. ഓരോ ജീവൻ്റെയും പാകത എത്രയുണ്ടെന്ന് നമുക്കറിയത്തില്ല. അദ്ദേഹത്തിന് മോക്ഷം ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പോഴുള്ളതിനേക്കാളും ഉന്നതമായ ഈ ആധ്യാത്മിക ജീവിതം തുടരാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് അടുത്ത ജന്മത്തിൽ
തീർച്ചയായും ലഭിക്കും എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. നിങ്ങളുടെയും അഭിപ്രായം അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തിയൊന്നും നേരേണ്ട കാര്യമില്ല. അത് സദാത്മാവായിരുന്നു, സാത്വികനായിരുന്നു അദ്ദേഹം, ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് നമുക്ക് അദ്ദേഹം ലോകത്തിന് ചെയ്ത സേവനത്തെ ഒന്ന് സ്മരിക്കുക മാത്രം ഈ തരുണത്തിൽ ചെയ്യാം. ഇപ്പോൾ ആ ഗ്രൂപ്പിൽ നമുക്ക് ഇനിയുള്ള പ്രഭാഷണങ്ങൾ ആ ഗ്രൂപ്പുകളിൽ എങ്ങനെയാണ് എത്തിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ഐഡിയ ഒന്നുമില്ല. യൂട്യൂബിൽ ഇടുന്നുണ്ട്, പക്ഷേ എല്ലാവരും യൂട്യൂബ് കാണത്തില്ലല്ലോ. അപ്പം അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് ഏതൊക്കെയാണ്, അതൊക്കെ എത്ര കണ്ട് ഒരു ഗ്രൂപ്പ് എനിക്കിടാൻ പറ്റും, ഒന്നിലിടാൻ പറ്റും അല്ലേ? അപ്പോൾ അതിൽ ഇടുക. കാരണം ആർക്കൊക്കെയാണ് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പാകതയുള്ള ജീവന്മാർ എവിടെ വേണമെങ്കിലും ഉണ്ടാവാം. അവർ ഈ വേദിയിൽ സന്നിഹിതരാവണം, ഈ സദസ്സിൽ സന്നിഹിതരാവണമെന്നൊന്നും നിർബന്ധമില്ല. കേട്ടാൽ മതി. ശ്രവണം എന്ന് തന്നെയാണല്ലോ വേദാന്തവും പറയുന്നത്. കേൾക്കുക. ആളിനെ നേരിട്ട് കണ്ടില്ലെങ്കിലും അല്ലെങ്കിൽ പ്രഭാഷണ സദസ്സുകളിൽ സന്നിഹിതരായില്ലെങ്കിലും ആ വാക്കുകൾ കേൾക്കാൻ പലർക്കും സൗകര്യമുണ്ടായാൽ അത് തന്നെ പല ജീവന്മാർക്കും സദ്ഗതി ഉണ്ടാക്കി തീർക്കും. അതുകൊണ്ട് അദ്ദേഹം ലോകത്തിന് ചെയ്ത സേവനത്തെ ഒരു മിനിറ്റ് നമുക്ക് സ്മരിച്ചിട്ട് അദ്ദേഹത്തിന് ഈ ശാന്തി എന്നുള്ളത് അദ്ദേഹത്തിന് അശാന്തി ഇല്ല. കാരണം നമ്മുടെ ഈ യോഗവാസിഷ്ടം പല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള അദ്ദേഹം ഒരിക്കലും അശാന്തനായിട്ടായിരിക്കില്ല മരിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ചുകൂടെ ഉജ്ജ്വലമായ ഒരു പുനർജന്മം ഉണ്ടെങ്കിൽ, മോക്ഷം നേടിയില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടെ ഉജ്ജ്വലമായ ഒരു പുനർജന്മം ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്താം.